KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ 24-നോടൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മാസങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വലിയ പ്രഖ്യാപനങ്ങൾ, ബജറ്റിന്റെ സമാന്തരമായ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് മോദി കേന്ദ്രത്തിലും നടത്താറുള്ളത്. ഒരു മോദി മാതൃക പിണറായി വിജയൻ പിന്തുടരുകയാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ. അല്ല, പിണറായി വിജയന്റെ റോൾ മോഡൽ നരേന്ദ്രമോദി തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളിലും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം, ഏറ്റവും അടുത്ത ഘട്ടത്തിലെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞതിൻ്റെ ഒപ്പമെത്താൻ പോലും വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വാഗ്ദാനം ചെയ്യുന്നത് 2500 രൂപയായിരുന്നു. ഇപ്പോൾ 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇൻഫ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണപ്പെരുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ആനുപാതികമായിട്ടൊരു വർധനവ് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. മറ്റൊന്ന്, കേരളത്തിലുണ്ടായിട്ടുള്ള ജീവിക്കാൻ പറ്റാത്ത വണ്ണമുള്ള പല മേഖലകളിലുള്ള നികുതി ഭാരം, സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നികുതി ഭാരമുണ്ട്. വീട്ടുനികുതിയാണെങ്കിലും, ജലത്തിൻ്റെ വെള്ളക്കരമാണെങ്കിലും, അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് ആണെങ്കിലും ഒക്കെ എത്രയോ മടങ്ങാണ് വർദ്ധിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ. സ്വാഭാവികമായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ളൊരു വർധനവ് ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മോദിയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സോപ്പ് പൊളിറ്റിക്സ് ഇവിടെ നടത്താൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇതെല്ലാം തള്ളിക്കളയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു സർക്കാർ സാധാരണക്കാരായ ജനങ്ങളുടെ സോഷ്യൽ വെൽഫെയർ സ്കീമുകളെ മുഴുവൻ അട്ടിമറിച്ചു. UDF ഭരണകാലത്തുണ്ടായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉൾപ്പെടെ ചികിത്സ ലഭിക്കുമായിരുന്ന പാവപ്പെട്ടവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ സൗജന്യമായി കൊടുത്തിരുന്ന പദ്ധതികൾ ഉൾപ്പെടെ അട്ടിമറിച്ചൊരു സർക്കാരാണ്. ഇവിടെ നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വീടുകളുടെ നിർമ്മാണം എല്ലാം പാതി വഴിക്ക് നിലച്ചിരിക്കുകയാണ്. അപ്പം സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിശ്രമം മാത്രം നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അവസാനിച്ചു എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. പക്ഷേ ആ കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയത് ഇടതുപക്ഷമായിരുന്നു. CPM ഒക്കെ ഒരുമിച്ച് ഇതാക്കിയ. പക്ഷേ ഒരു രാത്രിയുടെ മറവിൽ CPM മന്ത്രി ശിവൻകുട്ടിയൊക്കെ അതിൽ ഒപ്പിടുന്നു. ഇപ്പോൾ അതെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നു. പക്ഷെ കരാർ അതുപോലെ ഞാൻ സൂചിപ്പിച്ചോളം നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു തരത്തിൽ ഈ ഇടത് നിലപാടിൽ നിന്നൊക്കെ വ്യതിയാനം സംഭവിക്കുന്ന ഒരു സാധനമല്ലേ? ഇപ്പോൾ CPI സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ ഒരു ഉപസമിതിയൊക്കെ രൂപീകരിക്കുന്നത്? ഈ RSSന്റെ വർഗീയ അജണ്ട, വിഭജന രാഷ്ട്രീയം വിദ്യാഭ്യാസ മേഖലയിൽ ഒളിച്ചു കടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് കേരളമായിരുന്നു. കേരളത്തിലെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള വിദ്വേഷപരമായിട്ടുള്ള വിഘടനവാദപരമായിട്ടുള്ള നയപരിപാടികൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്താൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കേരളത്തിലെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി നടത്തിയതാണ്. നമ്മളും വിശ്വസിച്ചത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ NEP ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ മന്ത്രിസഭയെ പോലും ഇട്ട് നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന് അനുകൂലമായി PM ശ്രീ പദ്ധതിയിൽ കൊണ്ടുപോയി ഒപ്പുവെച്ചു. ഇത് മന്ത്രിസഭയെ ഇട്ടിൽ നിർത്തി എന്നുള്ളതും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നുള്ളതും അതല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നതൊക്കെ പറഞ്ഞത് CPIയുടെ മന്ത്രിമാരും CPI നേതൃത്വം തന്നെയാണ്. ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് സർക്കാരിന് പിന്മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ, ഞങ്ങൾ ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല, ഈ പദ്ധതി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ടൈം ബൈങ് തന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. കൂടുതൽ സമയം വാങ്ങുക, ജനങ്ങളുടെ മുന്നിൽ CPI നേതാക്കന്മാർക്ക് മുഖരക്ഷിക്കാൻ വേണ്ടി ഒരു അല്പസമയം കൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ഒരു കത്തയച്ച് അതല്ലെങ്കിൽ ഞങ്ങളിത് മരവിപ്പിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങളിതിൽ നിന്ന് പിന്മാറുന്നു എന്ന് എന്തേ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത്? കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇടം നൽകുന്ന ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പാക്കരുത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ആർജവത്തോടെ പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? അവിടെ ഏതാനും ചില്ലിക്കാശിന് വേണ്ടി കേരളം ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ മൂല്യങ്ങൾ അതിൻ്റെ മുഴുവൻ കടക്കലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കത്തിവെച്ചിട്ടുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം കാര്യമായി പോകുന്നെന്ന് പറയുമ്പോഴും ഇപ്പോഴും 2 പേരെ മാത്രമാണ് അറസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്, മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ഉണ്ടാവില്ല. എവിടേക്ക് എന്തെങ്കിലും പിടുത്തം വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ചവിട്ടാനുള്ള, കാരണം ഇതിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപ്പട്ടികയിൽ വരാൻ പോകേണ്ട ആളുകളാണ്. SIT 2ാമത് FIR അവരുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ഈ SITക്ക് നേരെ ഏതെങ്കിലും പിടുത്തം സർക്കാരിന്റെ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന സംശയം തോന്നുന്നുണ്ടോ? കാരണം കൂടുതൽ ആളുകളിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. അതെ, ഈ അന്വേഷണം ഒരു മാപ്പ് വരച്ചിട്ട് അതുവഴിക്ക് മാത്രം നീങ്ങിയാൽ മതി എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിന്റെ പോക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്.
കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും അന്വേഷിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെ പരിമിതികളും ഭയപ്പാടും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള അന്വേഷണ സംഘം ഈ നേരമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴത്തെ നേതൃത്വത്തെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവരിലേക്ക് ചോദ്യങ്ങൾ എത്താത്തത്? ഇപ്പൊ പ്രശാന്ത് ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പത്മകുമാർ ആണെങ്കിലും ഇവരെല്ലാവരും, വാസു ആണെങ്കിലും ഇവരെല്ലാവരും ഇപ്പോഴും അവരെല്ലാവരും രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഒരു മുരാരി ബാബുവിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഈ സ്വർണ്ണക്കൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുവെന്ന് തീർച്ചയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചെടുക്കുകയും ഭക്തർ സംഭാവന ചെയ്തിട്ടുള്ള സ്വർണം അവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മുതൽ മോഷ്ടിക്കുകയും ചെയ്ത യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പുറകിലാണ്. അവരെ രക്ഷിക്കാനുള്ള CPM നേതാക്കന്മാരായിട്ടുള്ള അവരെ രക്ഷിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പുകാരൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടി നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ടാവും, ഏതെങ്കിലും മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിർദ്ദേശത്തിനോടാൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും സമയമായിട്ടില്ല. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. സാധാരണ പ്രവർത്തകൻ ഫൈറ്റ് ചെയ്യുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണ് വരുന്നത്. UDFന്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള തിരിച്ചുവരവിന്, വിജയത്തിന് നന്ദി കുറിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരമാവധി എൻ്റെ സഹപ്രവർത്തകരെ വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ കേരളത്തിലുടനീളം പങ്കാളിയാവുക എന്നതാണ് ഈ നിമിഷത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എവിടെയെങ്കിലും. പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു പ്രവർത്തകൻ സന്നദ്ധനായിരിക്കണമല്ലോ. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയമേ ആയിട്ടില്ല.